നമ്മൾ ജിമ്മിൽ പോകുന്ന കുറെ ആളുകൾക്കും ഈ ഡിഫറൻസ് ഇപ്പോഴും അറിഞ്ഞൂടാ. ഈ ഐസൊലേഷൻ വർക്കൗട്ടിനെ പറ്റിയും കോമ്പൗണ്ട് എക്സസൈസിനെ പറ്റിയും ഇത് രണ്ടും ഡിഫറെന്റ് ആണ് സത്യത്തിൽ. പക്ഷെ മിക്കപ്പോഴും നമ്മുടെ ആളുകൾ ജിമ്മിൽ പോകുമ്പോൾ അവർ ഇതിനെപ്പറ്റി ആലോചിക്കത്തേയില്ല. അവരുടെ ആശാൻ തരുന്ന വർക്കൗട്ട് ഏതാണ് അത് അവരങ്ങ് ചെയ്യുക ചെയ്യുന്നത്. അവർ ചെയ്യുന്ന വർക്കൗട്ടിൽ എന്തോരം ഐസൊലേഷൻ വർക്കൗട്ട് ഉണ്ട്, എന്തോരം കോമ്പൗണ്ട് വർക്കൗട്ട് ഉണ്ട്, ഇതൊന്നും അവർ നോക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. ആദ്യം നമുക്ക് കോമ്പൗണ്ട് വർക്കൗട്ടിലേക്ക് വരാം. ഇപ്പൊ കോമ്പൗണ്ട് വർക്കൗട്ടിനെ പറ്റി പറയുവാണെങ്കിൽ കോമ്പൗണ്ട് വർക്കൗട്ട് എന്ന് വെച്ചാൽ ഇത്രയുള്ള സംഭവം. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുവാണെങ്കിൽ ആ എക്സസൈസിൽ ഒന്നിൽ കൂടുതൽ മസിൽ ഗ്രൂപ്പ്സോ ഒന്നിൽ കൂടുതലോ ജോയിന്റ്സോ വരണം. ഒന്നിൽ കൂടുതൽ മസിൽ ഗ്രൂപ്പ്സും ഒന്നിൽ കൂടുതൽ ജോയിന്റ്സും വരണം. അങ്ങനെയാകുമ്പോൾ അതിനെ നമുക്ക് കോമ്പൗണ്ട് വർക്കൗട്ട് എന്ന് വിളിക്കാം. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്ക്വാട്സ്, ഡെഡ് ലിഫ്റ്റ്, ബെഞ്ച് പ്രസ്, പുള്ളപ്സ്, ബെഞ്ച് ഓവർ റോ, ഓവർഹെഡ് ഷോൾഡർ പ്രസ്, ഇതിനെല്ലാത്തും നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് രണ്ട് ജോയിന്റ്സും രണ്ട് മസിൽ ഗ്രൂപ്പ്സ് ഇതിൽ വരുന്നുണ്ട്. രണ്ടിൽ കൂടുതലും ചിലതിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വർക്കൗട്ട്സിനെയാണ് സത്യത്തിൽ കോമ്പൗണ്ട് വർക്കൗട്ട് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. അത് മാത്രമല്ല നമ്മുടെ മസിൽസിന്റെ മാസും നന്നായിട്ട് കയറും. പിന്നെ മസിൽസ് തമ്മിലുള്ള കോർഡിനേഷൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ബെറ്റർ ആവും. പിന്നെ നമ്മുടെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫങ്ഷണൽ സ്ട്രെങ്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. ഈ ഫങ്ഷണൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇപ്പം നമുക്ക് കുനിഞ്ഞ സാധനം എടുക്കണം. ആ കുനിഞ്ഞ സാധനം എടുക്കണമെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് വേണമല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് മേളിൽ നിന്ന് ഒരു സാധനം എടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പുള്ളി ചെയ്ത് എന്തെങ്കിലും സാധനം വലിച്ചെടുക്കണം. അവിടെയൊക്കെ നമുക്ക് ഒന്നിൽ കൂടുതൽ ജോയിന്റ്സ് അവിടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഫങ്ഷൻ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങൾ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. അതിനും ഏറ്റവും ബെസ്റ്റ് സത്യത്തിൽ ഈ കോമ്പൗണ്ട് വർക്കൗട്ട് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ കോമ്പൗണ്ട് വർക്കൗട്ടിലേക്ക് വരുമ്പം നമ്മൾ രണ്ട് മസിൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ രണ്ട് ജോയിന്റ്സ് ഒക്കെ വരുമ്പം ഏറ്റവും കൂടുതൽ എനർജി പോകും നമുക്ക്. ഇപ്പൊ ഡെഡ് ലിഫ്റ്റും സ്ക്വാട്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എനർജി പോകും. അതേപോലെ എനർജിയുടെ ഡിമാൻഡ് കൂടുമ്പം അതേപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിൽ കലോറി വേണം. അതുകൊണ്ടാണ് ഈ കോമ്പൗണ്ട് എക്സസൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കലോറി വേണമെന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. അടുത്ത നമുക്ക് ഐസൊലേഷൻ വർക്കൗട്ടിനെ പറ്റി പറയാം. ഈ ഐസൊലേഷൻ വർക്കൗട്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കോമ്പൗണ്ടിന്റെ. ഇവിടെ ഒരു ജോയിന്റേ വരുന്നുള്ളൂ, ഏതെങ്കിലും ഒരു മസിൽ ഗ്രൂപ്പേ വരുന്നുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ബൈസെപ്സ് കേൾ എടുക്കുവാണെങ്കിൽ ബൈസെപ്സ് കേൾ ഒറ്റ മസിലാണ് വരുന്നത്, അത് നമ്മുടെ ബൈസെപ്സ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ എൽബോ മൂവ്മെന്റ് ആണ്. അപ്പം ഒരു ജോയിന്റ് ഒരു മസിൽ ഗ്രൂപ്പ്. അപ്പം അങ്ങനെയുള്ള വർക്കൗട്ടിനെയാണ് സത്യത്തിൽ ഐസൊലേഷൻ വർക്കൗട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ട്രൈസെപ്സ് പുഷ് ഡൗൺ, ഇപ്പൊ റോപ്പ് വെച്ച് നിങ്ങൾ ട്രൈസെപ്സ് ചെയ്യുവാണെങ്കിൽ അതും ഐസൊലേഷൻ വർക്കൗട്ടാണ്. പിന്നെ നിങ്ങളുടെ ലെഗ് കേൾ അതും ഐസൊലേഷൻ വർക്കൗട്ടാണ്. ബൈസെപ്സ് കേൾ അത് ഐസൊലേഷൻ വർക്കൗട്ടാണ്. നിങ്ങളുടെ ലാറ്ററൽ റൈസ് അത് ഐസൊലേഷൻ വർക്കൗട്ടാണ്. അതിനൊക്കെ ഒരു ജോയിന്റും ഒരു മസിൽ ഗ്രൂപ്പിനാണ് ഏറ്റവും കൂടുതൽ പിടുത്തം വരുന്നത്. ഇനി ഐസൊലേഷൻ വർക്കൗട്ട്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? മെയിനായിട്ട് നമ്മുടെ ഏതെങ്കിലും സിംഗിൾ മസിൽ ഗ്രൂപ്പ്സ് വീക്ക് ആണെങ്കിൽ, ഏതെങ്കിലും ഇപ്പൊ എന്റെ ഷോൾഡർ വീക്ക് ആണെങ്കിൽ എനിക്ക് ആ ഷോൾഡറിന് വേണ്ടി മാത്രം ഐസൊലേഷൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ബോഡി ബിൽഡേഴ്സ് ആണ് സത്യത്തിൽ ഈ ഐസൊലേഷൻ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വേണ്ട മസിലിനെ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇഞ്ചറി ഉണ്ടെങ്കിലും മസിൽ ഇംബാലൻസ് ഉണ്ടെങ്കിലും അപ്പോഴും നിങ്ങൾക്ക് ഈ ഐസൊലേഷൻ വർക്കൗട്ട് യൂസ് ചെയ്യാം. അത് ഇവിടെ ആ ഇംബാലൻസ് മാറുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചറി ഉണ്ടെങ്കിൽ അതും മാറ്റാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോഡി ബിൽഡേഴ്സ് ആണ് മെയിനായിട്ട് ഐസൊലേഷൻ വർക്കൗട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് ബോഡി ബിൽഡേഴ്സ് കോമ്പൗണ്ട് എക്സസൈസ് ചെയ്യാണ്ടിരിക്കത്തില്ല. അവർ ഏറ്റവും കൂടുതൽ കോമ്പൗണ്ട് എക്സസൈസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പക്ഷെ അവര് മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച്, പവർ ലിഫ്റ്റേഴ്സിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ കുറച്ചുകൂടി ഐസൊലേഷൻ വർക്കൗട്ട്സ് അവരുടെ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേതാണ് ബെറ്റർ, ഇതിലേതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിലേതാണ് സത്യത്തിൽ ബെസ്റ്റ്? എന്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന്, എന്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ പറയും കോമ്പൗണ്ട് എക്സസൈസ് ആണ് ഐസൊലേഷൻ വർക്കൗട്ടിനേക്കാളും ഏറ്റവും ബെസ്റ്റ്. പക്ഷെ എന്ന് വെച്ച് ഞാൻ ഐസൊലേഷൻ വർക്കൗട്ടിനെ മൊത്തത്തിൽ ഒഴിവാക്കുമല്ല. നമ്മൾ ഒരു 80% നമ്മൾ കോമ്പൗണ്ട് ഇല്ലെങ്കിൽ 70% കോമ്പൗണ്ട് ചെയ്യുവാണെങ്കിൽ അതിൽ 30% നമ്മൾ ഐസൊലേഷൻ ചെയ്യാവുള്ളൂ. നമ്മുടെ വർക്കൗട്ട്സിൽ ഏറ്റവും കൂടുതൽ കോമ്പൗണ്ട് എക്സസൈസുകൾ ആയിരിക്കണം. നമ്മുടെ മസിൽസിന് സ്ട്രെങ്തും കൂടും, മാസും കൂടുമെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ ഫങ്ഷൻ സ്ട്രെങ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഈവൻ ബോഡി ബിൽഡേഴ്സ് വരെ അവരുടെ ഫിറ്റ്നസ് റൂട്ടീനില്ല, അവരുടെ വർക്കൗട്ട് റൂട്ടീനില്ല 70% അവർ ചെയ്യുന്നത് കോമ്പൗണ്ട് ആണ്. എന്നിട്ട് 30% മാത്രമേ അവർ ഐസൊലേഷൻ വർക്കൗട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ പവർ ലിഫ്റ്റേഴ്സ് ആണെങ്കിൽ അവർ 80 to 82% അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ട് ആണ്. ബാക്കി 20% അവർ ഐസൊലേഷൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഓവറോൾ ഇതൊന്നും ചെയ്യാത്ത, ഇപ്പൊ പവർ ലിഫ്റ്റിംഗ് ചെയ്യാത്തതും ഏതെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യാത്തതും ഇല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ചെയ്യാത്തതും നമ്മുടെ ജനറലായിട്ട് ഫിറ്റ്നസ് നോക്കുന്ന ആളുകൾ, ജനറലായിട്ട് ജിമ്മിൽ പോകുന്ന ആളുകൾ, അവർ ഇൻക്ലൂഡ് ചെയ്യേണ്ട നമ്പർ എന്ന് വെച്ചാൽ 75% കോമ്പൗണ്ട് എക്സസൈസ് ചെയ്യണം.
ഇപ്പോൾ ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ 75% അവർ ചെയ്യേണ്ടത് കോമ്പൗണ്ട് എക്സസൈസ് ആണ്, അല്ലെങ്കിൽ 75% വർക്കൗട്ടുകൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ കോമ്പൗണ്ടാണ്. എന്താ ബാക്കി 25% അവർ ഈ ഐസൊലേഷൻ ചെയ്യാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചറി ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും സ്പോർട്സിലെ മേഖലയിലുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി ബിൽഡിങ്ങിലോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചറി ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾ 50-50 ആക്കണം. ആ 50-50 ആക്കുമ്പോൾ ആ 50% കോമ്പൗണ്ട് ആയിരിക്കണം, 50% ഐസൊലേഷൻ ആയിരിക്കണം. അങ്ങനെ വരുമ്പം ഈ കോമ്പൗണ്ടിൽ വെയിറ്റ് കുറച്ച് ചെയ്യാൻ നോക്കണം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ വെയിറ്റ് കൂടുതൽ ചെയ്താൽ ചിലപ്പോൾ ഇഞ്ചറീൻ്റെ ഇത് വീണ്ടും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ വെയിറ്റ് അത്യാവശ്യം കുറച്ചിട്ട് അത്യാവശ്യം കോമ്പൗണ്ട് മാറ്റി ഐസൊലേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇഞ്ചറി ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് കോമ്പൗണ്ട് തന്നെയാണ്. അവസാനം ഒരു നട്ട്ഷെല്ലി ഞാൻ പറയുകയാണെങ്കിൽ കോമ്പൗണ്ട് എക്സസൈസ് ആണ് ബെറ്റർ ഐസൊലേഷനേക്കാളും, എൻ്റെ ഒരു വ്യൂ പോയിന്റ് ചെയ്യുന്നു. ഇത് പല ആളുകൾക്കും ഡിഫറെൻ്റ് ആകും. ഐസൊലേഷൻ വെച്ച് മാത്രം നല്ല സ്ട്രെങ്തും നല്ല ബോഡിയും ബിൽഡ് ചെയ്ത ആളുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്നാണ് ഞാൻ പറയുന്നത്, കോമ്പൗണ്ട് എക്സസൈസ് ആണ് ബെറ്റർ. അപ്പോൾ അത്ര ഉള്ള ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.